ഹായ് ഗൈസ്, ഞാനെന്നേ എൻ്റെ നാട്ടിൽ ഒരു സംരംഭം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ മുന്നിലാണ്. ചില ആൾക്കാർക്ക് അറിയാം ഈ ബിൽഡിംഗ് എന്താണെന്നുള്ളത്. അത് അറിയാത്തവർക്കുള്ള വീഡിയോ ആണ്, ഞാൻ പറഞ്ഞുതരാം. ബാക്കിൽ കാണുന്നത് ഒരു ആശ്രയ കേന്ദ്രമാണ്. പേര് കെയർ വില്ലേജ്. പേര് പോലെ തന്നെയാണ്, ഒരു സംരക്ഷണ കേന്ദ്രം. ആർക്കാണ് സംരക്ഷണം എന്നല്ലേ? ജീവനുണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ആർക്കും സംഭവിക്കാം. ചിലപ്പോൾ ജന്മനായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 3-4 കുട്ടികളൊക്കെ ആയതിനു ശേഷമായിരിക്കാം, ചിലപ്പോൾ 20-25 വയസ്സും കല്യാണത്തിന് മുമ്പായിരിക്കാം. അങ്ങനത്തെ ഒരു അസുഖം, അതായത് ഇപ്പം സ്ട്രോക്ക് ആയിട്ടും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ശാരീരിക എന്ത് അസുഖങ്ങളും, അങ്ങനത്തെ അസുഖങ്ങളുള്ള ആളുകളെ നമ്മൾ വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സജ്ജമാണെന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഇവരെ കൊണ്ട് കഴിയുന്നത് പരമാവധി അവർക്ക് തികച്ചും സൗജന്യമായിട്ട്, അത് ജാതിപത ഭേദമന്യേ ആരായാലും ഏത് ജാതിയിൽപ്പെട്ടാണ് അതൊന്നുമില്ല. കാരണം അവർ മനുഷ്യരാണ്, ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്നുള്ള ഒറ്റ ലക്ഷ്യം. അതാണ് അവർക്കുള്ള ഒരു സംരക്ഷണ കേന്ദ്രമാണ് ഈ കെയർ വില്ലേജ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്, ഇവർക്ക് ഇതിനകത്ത് നടപ്പാക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഈ കാണുന്നവർ, നല്ലവരായവർ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ. ഒരുപാട് എൻ്റെ നാട്ടിലെ ഞാൻ അറിയുന്ന കുറച്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 45 വയസ്സിന് മുകളിലാണല്ലോ യൗവനം തുടങ്ങുന്നത് പറയുന്നത്. 40 അല്ലെങ്കിൽ 45 വയസ്സിനാണ് മുകളിൽ യൗവനം തുടങ്ങുന്നത് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽപ്പെട്ട കുറച്ച് ചെറുപ്പക്കാർ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം ഇതിനായിട്ട് മാറ്റിവെച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ച ഒരു സംരംഭം. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിവിടെ വരണം. ആഴ്ചയിലൊരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യമോ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണണം എന്താണ് ഇവിടെ എന്നുള്ളത്. കാരണം അത്രക്കും ഒരു വലിയൊരു സംരംഭം തന്നെയാണ് അത് നിങ്ങൾ കാണുന്നതാണ്. കാരണം ആ രീതിയിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഇവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഉൾക്കൊള്ളുന്നതിന് പരിമിതിയുണ്ട്. ആ പരിമിതിയെ തരണം ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്നവരുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമായി കാണുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഞാൻ അതിൻ്റെ അടിയിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാം. എന്നിട്ട് വിളിച്ചിട്ട് സംസാരിക്കാം എന്താണ്. അതല്ല, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളിവിടെ വരിക. ആഴ്ചയിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം വന്നൊന്ന് കാണുക എന്താണ് ഇത് എന്നുള്ളത്. കാരണം അത്രക്കും ഒരു പ്രൊജക്റ്റ് എന്ന് തന്നെ പറയാം, ഒരു സംഭവം തന്നെയെന്ന് പറയാം. കാരണം അത്രയും വലിയൊരു സംരക്ഷണമാണ് ആ രീതിയിൽപ്പെട്ട ആളുകൾക്ക് ഇവരിവിടെ കൊടുക്കുന്നത്. എല്ലാത്തരം എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയും ഒരുപാട് സാധനങ്ങൾക്ക് ആവശ്യമുണ്ട്. ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള പരിമിതി കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ സഹകരിച്ചാൽ, നിങ്ങൾ മനസ്സ് വെച്ചാൽ, ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് അറിയാം, പക്ഷെ അതറിയാത്തവർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുക. ഗൾഫിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പ്രവാസികൾ, നല്ല സാമ്പത്തികമായിട്ടും എല്ലാവർക്കും എല്ലാം ഉണ്ട്. അത് ആരായിരുന്നു ഈ നമ്പർ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം, വിളിച്ച് ഇതുമായി ബന്ധപ്പെടാം, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കാം. എന്നിട്ട് നിങ്ങൾക്കൊണ്ട് പറ്റുന്നത്, കാരണം ഞാൻ കണ്ടപ്പോൾ അതൊരു എന്താ പറയുക, വാക്കുകൾക്ക് അതീതമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം കല്യാണം കഴിച്ച് ചിലപ്പോൾ 2-3 കുട്ടികളായി നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ആ ഒരു സമയത്താവും ചിലപ്പോൾ മനുഷ്യന് അങ്ങനത്തെ ഒരു അവസ്ഥ വരിക. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കംപ്ലീറ്റ് പോവാണ്. തല മാത്രമേ ഉള്ളൂ, വലിയ ജീവൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതുകൊണ്ട് ഒന്നും ഉപകാരമില്ല. ഒരുപാട് പണം അവിടെ നഷ്ടപ്പെട്ടു, ഇവിടെ പോയി ഹോസ്പിറ്റലിലോട്ട്. പക്ഷെ അവരെ വീണ്ടും നമുക്ക് സൗജന്യമായി, തികച്ചു സൗജന്യമായിട്ട്, 1 രൂപ അവരിൽ നിന്ന് ആരും മേടിക്കുന്നില്ല. അത് ജാതി മതം ഭേദമന്യേ എല്ലാവരും, എല്ലാ കൂട്ടരും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. ഓക്കെ.